പ്രസിഡന്റ് ആരാ? പ്രസിഡന്റ് ഇന്ന് വരെ പറഞ്ഞിട്ടുമില്ല. ഇവിടുത്തെ പ്രസിഡന്റ് അല്ല, പല പ്രസിഡന്റും ഇന്ന് വരെ ഇത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുമില്ല. ആരാ ഇതിന്റെ ചുമതലപ്പെട്ടവര്? ആ പുള്ളി ഓഫീസിലുണ്ട്, പുള്ളി ഓഫീസിൽ ഇരിക്കുകയേ ഉള്ളൂ. അപ്പൊ ഇത് ആരാ ഇത് പറയേണ്ടത്? ആണ് രക്ഷാനിർണയം പ്രാപിച്ച സകല ദൈവമക്കളും ഈ സുവിശേഷം അറിയിക്കണം, സൽഗുണങ്ങളെ അറിയിക്കണം. അതന്നെ ഇത് അറിയിക്കാൻ കൊള്ളാവുന്ന മാർഗമാണ്. ദൈവത്തിന്റെ മകത്ത് ഓടിച്ചു പോകുക. അപ്പൊ എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം? ആ സുവിശേഷം ആര് കേൾക്കണം? ആ സ്തോത്രം മാത്രം ആര് പറയണം? 4 കാര്യം ചിന്തിച്ചു. അഞ്ചാമത്തെ തലക്കെട്ട എഴുതിക്കോ മോനെ. അഞ്ചാമത്തെ തലക്കെട്ട് എങ്ങനാ ഇത് പറയേണ്ടത്? എങ്ങനെ പറയണം? ഒന്ന്, എല്ലാം വാക്യങ്ങളുണ്ട്, എല്ലാം ഇപ്പൊ എടുപ്പിക്കുന്നില്ല. ആദ്യം ഈ പറയുന്ന പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. വേണ്ടേ? പറയുന്ന പുള്ളിക്ക് ഇതിനെപ്പറ്റി ഈ ചിലരങ്ങ് പറയുന്നുള്ള അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇത് പറഞ്ഞേച്ച് അവർ പിന്നെ ഉടനെ പറയാം നമുക്ക് മെഡിക്കൽ കോളേജിലോട്ട് പോകാം, ഇവിടെ പറഞ്ഞത് യേശു സൗഖ്യമാക്കുമെന്ന. അപ്പം ഇവരിത് പഠിച്ചു വെച്ച കുറേ കാര്യം പറയുന്നതല്ലാതെ വിശ്വാസമൊന്നും ഇല്ല. ഞാൻ എല്ലാം ഒന്നും വിവരിക്കുന്നില്ല. ഇത് പറയുന്നയാൾക്ക് വിശ്വാസം വേണ്ടേ? എങ്ങനെയാ പറയേണ്ടത്? ചുമ്മാ 5-6 വാക്യം പറഞ്ഞേച്ച് പോകുമല്ല. വായിച്ചോ എന്നും പറഞ്ഞ് വാക്യം. ഇത് പറയുമ്പോൾ അതിന് രീതിയുണ്ട്. വായിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചു. 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം. എങ്ങനെ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം മാത്രം പറഞ്ഞേച്ച് പോകുമല്ല. വാക്യം മാത്രം ഒന്നും പറയുകയല്ല. ചിലടത്ത് ചെല്ലുമ്പോ ഇങ്ങനെ വാക്യം മാത്രം നിന്ന് പറയും. കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? വാക്യം മാത്രം. പിന്നെ അങ്ങനല്ല പറയേണ്ടത്. പിന്നെ വചനമായി മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെ എന്ത് പാടുത്തത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. അപ്പൊ ഇങ്ങനെ ഇത് പറയണ്ടേ? ശക്തിയും വേണം, പരിശുദ്ധാത്മാവും വേണം, ബഹുനിശ്ചയവും വേണം. ചെല്ലു പറയുന്ന കേട്ടാ ഒരു ശക്തിയും ചൈതന്യവും ഒന്നുമില്ല. അതാ കേൾക്കുന്നവർ പറയും എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, വചനമൊക്കെ പറഞ്ഞു. എന്നിട്ടോ ഒരു ഉണക്കപ്രസംഗമായിരുന്നു. നിൽക്കുന്നത് തന്നെ ഉണക്കയായിട്ടാ, വരുന്നതും ഉണക്കയാ. അതിന് ആൾക്കാരങ്ങ് പോവുക. യോഗം കഴിയുമ്പോൾ ഉണക്ക. നിങ്ങൾ കണ്ടിട്ട് ലീഡ് ചെയ്യുന്നത് ഉണക്ക, പ്രാർത്ഥിക്കാൻ വരുന്ന 2 ഉണക്ക, പ്രസംഗിക്കാൻ വരുന്ന 2 ഉണക്ക, പാട്ട് പാടുന്ന ഓരോ ഉണക്ക, കേൾക്കുന്നത് കണ്ടമാനം ഉണങ്ങിയതും. ഇങ്ങനെയൊന്നും അല്ല ഇത് പറയേണ്ടത്. പിന്നെ എങ്ങനെയാ ഇത് പറയാം? അല്ല, ഞാനങ്ങ് തുറന്ന് പറയാ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല. ഇതെങ്ങനെയാ പറയേണ്ടത്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഒന്നുകൂടെ വായിച്ചോ. ഒന്ന് ഉണക്ക വായനയല്ല, നന്നായിട്ട് വായിച്ചു. ഞങ്ങളുടെ വചനം. അങ്ങനെ വായന. ദൈവത്തിന്റെ മഹത്വം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം പറഞ്ഞേച്ച് പോകുകയല്ല. അങ്ങനെ പറയുന്നവരുണ്ട്. ഒരു വാക്യം എടുത്ത് 7ആയിട്ട് കീറി, പിന്നെ അത് ഒന്നുകൂടെ കീറി, പിന്നെ അത് 2ആയിട്ട് കീറി, പിന്നെ അതിന്റെ ഗ്രീക്ക്, ഹീബ്രു, ലാറ്റിൻ പദം എല്ലാം കീറി കുറെ വാക്യം. അതൊന്നും അല്ല, അങ്ങനല്ല. അത് പറയണം വാക്യം. പക്ഷെ കുറെ വാക്യം മാത്രം പറഞ്ഞാൽ പോരാ. എഴുതിയിരിക്കുക ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, പിന്നെയോ ശക്തിയോട്. ഇത് പറയുമ്പോൾ ശക്തി ഉണ്ടായിരിക്കണം. നിനക്കും ശക്തി ഉണ്ടായിരിക്കണം, കേൾക്കുന്നവന് ശക്തിപ്പെടണം. ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്നല്ലോ. ആട്ടെ, ശക്തി ഈ ഗ്രൗണ്ട് ആയതുകൊണ്ടായിരിക്കും. ആട്ടെ, അതൊക്കെ ലൈലാൻഡിന്റെ വണ്ടി കയറി വരും പോലെ വരുന്നുണ്ട്. ശക്തിയോടും പിന്നെ പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഇത് അറിയിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആ സുവിശേഷം അറിയിക്കേണ്ടത്. എല്ലാം വിവരിക്കുന്നില്ല. വാച്ചിഞ്ഞതായില്ലേ, ഞാൻ അങ്ങ് നിന്ന് പ്രസംഗിക്കും, പിന്നെ അതൊക്കെ പ്രശ്നമായി തീരും. സമയം കൂടുതലെടുത്തെന്നും പറഞ്ഞു. അതുകൊണ്ട് വാച്ചിഞ്ഞതാ, ഇത് കറക്റ്റാണല്ലോ. ആട്ടെ, അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വസൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. സ്തോത്രം. എല്ലാവരും ഇത് കേൾക്കണം. ആരാ ഇത് പറയേണ്ടത്? രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കൾ ഇത് പറയണം, സൽഗുണം ഘോഷിച്ചോണം. 5, ഇതെങ്ങനെ പറയണം? അതായിപ്പോ കേട്ടത്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ പറയണം. 6, ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? ഇങ്ങനെയാണോ ഇരുന്ന് കേൾക്കുന്നേ? ഇങ്ങനെയും ഇരിക്കുന്നല്ലോ. എങ്ങനെയാ ഇത് കേൾക്കേണ്ടത്?
ഇവിടെ ഇരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നവരോടാ. ഇങ്ങനെയൊക്കെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും പറയുമ്പോൾ എങ്ങനെയാ കേൾക്കേണ്ടത്? വായിച്ചോ, ആ അധ്യായത്തിന്റെ 6-ാം വാക്യം വായിര്. എങ്ങനെ കേൾക്കണം? ആ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നു, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇങ്ങനെ വേണം കൈക്കൊള്ളാൻ. കേൾക്കേണ്ടത് ഇങ്ങനെ: ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇത് കേൾക്കുമ്പോ നല്ല സന്തോഷത്തോടെ വേണം കേൾക്കാൻ. അല്ലാതെ വള്ളം മുങ്ങിയതുപോലെ വലിയ നഷ്ടക്കച്ചവടം വന്നതുപോലെ കേൾക്കുന്നു. നാളൊരുത്തൻ കേൾക്കുന്ന കണ്ട് അവനും ഇരുന്ന് കേൾക്കുക. ഞാൻ ചോദിച്ചു, തലവേദനയാണ്? ഓ, ഒരു വേദനയില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ കേൾക്കുന്നത്. ഇത് കേൾക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കേൾക്കണം. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുള്ളതാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന തിരുവചനമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് ക്രിയ ചെയ്യുന്ന തിരുവചനമാ. ഈ തിരുവചനം എങ്ങനെ കേൾക്കണം? ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ വചനമാ. ഇത് ദൈവത്തിന്റെ വചനമാ. ആദിയിൽ വചനമുണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടെ, വചനം ദൈവമാ. ഈ വചനം എങ്ങനെ കേൾക്കണം? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഓടിച്ച് മുമ്പോട്ട് പോകുക. അപ്പോൾ സുവിശേഷത്തിൻ്റെ പറ്റി 6 തലക്കെട്ടാ പറഞ്ഞത്. എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം? ആരാണ് കേൾക്കേണ്ടത്? ആരാണ് പറയേണ്ടത്? എങ്ങനെ കേൾക്കണം? ആമേൻ, സ്തോത്രം. ഇത് കാര്യങ്ങളായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിന് മഹത്വം. ഇനി 7-ാമത്തെ തലക്കെട്ട് ഈ സുവിശേഷത്തിന്റെ വിശേഷതയാണ്. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഞാൻ ചില കാര്യങ്ങൾ പറയാം. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. എല്ലാം ഒന്നും ഇപ്പം പറഞ്ഞ് ഫലിപ്പിക്കാനും പറഞ്ഞ് തീർക്കാനും ഒന്നും നേരമില്ല. അപ്പം ലഭിച്ച സമയത്തിൻ്റെ പരിധിയിൽ നിന്ന് ചില കാര്യം ചിന്തിക്കാം. എന്താണ് സുവിശേഷത്തിൻ്റെ വിശേഷത? സമയമായില്ല മോളെ, വാച്ച് നോക്കണ്ട, ഇവിടെ ഉണ്ട് വാച്ച്. ഇത് കറക്റ്റാണെന്ന് ആ ദൈവദാസൻ പറഞ്ഞ്. ഇനി മോള് നോക്കണ്ട, ഒക്കെ ഞാൻ എൻ്റെ സമയത്ത് നിർത്തി തരാം. ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കുക. ഒന്ന്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. എന്താ സുവിശേഷം? സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. വായിച്ചോ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം. എല്ലാം വചനത്തിൽ നിന്നാണ്. കാരണം ഇവിടെ പറയുന്നതൊക്കെ വേറെ പുസ്തകത്തിലാന്ന് മനസ്സിലാക്കണം. അതിനാ. അല്ല ചുമ്മാ വരുന്നതെല്ലാം വായി വരുന്നതെല്ലാം പറഞ്ഞേച്ച് പോയതല്ല. പറഞ്ഞതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വായിര്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗം. ആരെ രക്ഷിക്കുമെന്ന? സകല മനുഷ്യനെയും രക്ഷിക്കും. സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു ഏക രക്ഷകൻ, യേശു ക്രിസ്തു ഏക രക്ഷിതാവ്. അപ്പോൾ അതാ ഇന്ന് രാത്രി ഇവിടെ ഓർപ്പിക്കുന്നത്. ഇതൊരു വിഭാഗത്തിന്റെയോ മതത്തിന്റെയോ സഭക്കാരുടെ അല്ല. യേശു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഈ രക്ഷ പ്രാപിക്കാൻ പൈസയൊന്നും കൊടുക്കണ്ട, നേർച്ചയൊന്നും വിടണ്ട, 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട, അരിയും തുണിയും മണിയും കിണിയും ഒന്നും കൊടുക്കണ്ടെന്നേ, വേണ്ട, ഒന്നും കൊടുക്കണ്ട. അല്ല, കൊടുത്തിട്ട് എന്നെ എടുക്കാനാ? ഇതെല്ലാം ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതല്ലേ. ആ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾ എന്തോ കൊണ്ട് കൊടുക്കാൻ? ഇത് കാണുന്ന മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാ. മുഴുവനും ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വാക്കിനാൽ ഉളവാക്കിയതാ സകലതും. ആമൻ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയതാ സകലതും ദൈവം. ആ ദൈവത്തിന് ആമൻ സ്തോത്രം നമ്മളൊന്നും കൊണ്ട് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. സമുദ്രത്തെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ആമൻ കൂട്ടമായി സമുദ്രത്തിൽ ആമൻ ഈ മത്സ്യങ്ങൾ ജനിക്കട്ടെ. എൻ്റെ ഭാഷയാ, തിമിങ്ങല മുതൽ ചൂട വരെ ദൈവം സൃഷ്ടിച്ചതാ. ഒറ്റ വാക്ക് കൊണ്ട് തിമിങ്ങല മുതൽ ചൂട വരെ. എന്നാ വരാ നമ്മൾ ചൂരയെ പിടിച്ചുകൊണ്ട് വന്ന് 2 ചൂര ദൈവത്തിന്. ദൈവം ഇരുന്ന് ഇരിക്കുക വീട്ടി. ഞാൻ ഇല്ലയോടാ തിമിങ്ങലത്തെ സൃഷ്ടിച്ച, പിന്നെ നിന്റെ 2 ചൂരയാണോ എനിക്ക് ആവശ്യം? ദൈവത്തിന് ചൂരയും വേണ്ട, കേരയും വേണ്ട. ദൈവത്തിന് നിന്നെ മതി, ദൈവത്തിന് നിന്നെ മതി, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കാണുന്നതിനെ എല്ലാം സൃഷ്ടിച്ചവൻ ദൈവമാണ്. നക്ഷത്രമണ്ഡലങ്ങളെയും ആകാശഗംഗ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ ഭൂചര കേചര വസ്തുക്കളെ സൃഷ്ടിച്ചവൻ, ആ മൃഗജാലങ്ങളെ, ഇടജാതികളെ, പർവ്വജാതികളെ സകലത്തെ സൃഷ്ടിച്ചവൻ ആ ദൈവം. ദൈവത്തിന് നമ്മളൊന്നും കൊണ്ട് കൊടുത്തിട്ട് ഏക്കുകയല്ല. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. വായിച്ചോ, മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. ദൈവത്തിന് വല്ലതും വേണോന്ന്? മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പെട്ടെന്ന് വായിച്ചോ. മീഖാ 6:6.
എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുവെന്ന ചോദ്യം അടുത്തത്. ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? അടുത്തത് 1000 ആട്ടുകൊറ്റനും 10,000 തൈലനദികളും യഹോവ പ്രസാദിക്കുമോ? പിന്നെ എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? അടുത്ത വാക്യം, മനുഷ്യ നല്ലത്. ഇത് ശ്രദ്ധിക്കണം. അപ്പൊ നിന്റെ ആട് വേണ്ട, മാട് വേണ്ട, കാള വേണ്ട, കഴുത ഒന്നും ദൈവത്തിന് വേണ്ടെന്നേ. മൃഗബലിയും വേണ്ട, നരബലിയും വേണ്ട. പിള്ളാരെയും കൊല്ലരുത്, മൃഗത്തെയും കൊല്ലണ്ട. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ലെന്ന്. ദൈവത്തിന് വിശന്നാ ചോദിക്കുമെന്നാ വായിച്ച് ഒരു വാക്യം. ഇത് മറിക്കാതെ കണ്ട് വേറൊരു വാക്യം വായിച്ച് 50-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം വായിര്. സങ്കീർത്തനം 50-9 പെട്ടെന്ന് വായിച്ചു. 50-9 പെട്ടെന്ന് വായിര്. നിന്റെ വീട്ടിൽ നിന്ന് കാളയെയോ? ദൈവം ചോദിക്കുക, നിന്റെ വീട്ടിൽ നിന്ന് വേവിച്ച നിന്റെ വീട്ടിൽ നിന്ന് കാളയോ? നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ? നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റനെയോ ഞാൻ എടുക്കയില്ല. ദൈവം പറയാ, വേവിച്ചന്റെ കാളയും വേണ്ട, മേലിക്കുട്ടിയുടെ ആട് ഒന്നും വേണ്ടെന്ന്. ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. പിന്നെ കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. പിന്നെ ദൈവത്തിന് നിന്റെ ആടോ, മാടോ, കാളയോ, കഴുതിയോ ദൈവത്തിന് വേണോ? വേണ്ട, ഒന്നും വേണ്ട. ദൈവത്തിന് ഇതൊന്നും വേണ്ട. പിന്നെ അടുത്ത വാക്യം, മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. മുഴുവൻ പക്ഷിയെ ദൈവം സൃഷ്ടിച്ചതാണ്. അന്നേരം നമ്മൾ 2 പെടക്കോഴി ഇതാർക്കാ? അത് ദൈവത്തിന്. പിന്നെ പുള്ളി വെറുതിരിക്കാൻ പോവില്ലയോ? ദൈവത്തിന് നിന്റെ പെടക്കോഴിയും വേണ്ട, പൂവൻകോഴിയും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട, കാളയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ദൈവത്തിന്റെ പൈസയും വേണ്ട. ദൈവത്തിന് ആവശ്യം നിന്നെയാ. ഇന്ന് രാത്രി കേൾക്കുന്ന ഇടത്ത്, ആമ ഇരിക്കുന്ന ഇടത്ത്, ആമ ശ്രദ്ധിക്കുന്ന ഇടത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി: എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എൻ്റെ ദൈവമേ എന്നെ ഉപേക്ഷിക്കരുത്, എൻ്റെ ദൈവമേ എന്നെ നശിപ്പിക്കരുത്, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം. ആര് പ്രാർത്ഥിക്കും അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു ഏകരക്ഷകൻ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നമ്മേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മന്നമ്മേ, ഇകത്തിലുണ്ടോ പറക.
സുവിശേഷത്തിന്റെ വിശേഷത. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഇന്ന് രാത്രി ഉറപ്പിച്ചും തറപ്പിച്ചും ഒന്നുകൂടെ ഉറപ്പിക്കട്ടെ. ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കും. നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ തലമുറയെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, നിന്റെ ഭാവിയെ രക്ഷിക്കും. ജീവിതത്തിന്റെ തകർച്ചയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആത്മഹത്യ പരിഹാരമല്ല, മദ്യപാനം പരിഹാരമല്ല, ലഹരി പദാർത്ഥം പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, മറ്റേ യാതൊന്നും പരിഹാരമില്ല. പരിഹാരം യേശുക്രിസ്തുവിലുണ്ട്. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തു ഒരു മതത്തിന്റെ, ഒരു സഭയുടെ സംഘടന ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. യേശുക്രിസ്തു നിന്റെ കുടുംബത്തെ രക്ഷിക്കും. നിന്റെ തകർച്ചകളും പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തി നിന്നെ വിടുവിക്കുവാൻ കഴിവുള്ളവനാ ദൈവം. 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഒന്നുകൂടെ ഉറപ്പിച്ചും നിറപ്പിച്ചും വചനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്ന് പറയാ. ഇരിക്കുന്ന ഇടത്തിരുന്ന്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എന്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും അവരെ ഈ രാത്രി യേശു രക്ഷിക്കും.